പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നതിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ ഇഫ് എന്ന് പറയുമ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം അങ്ങനെയൊക്കെ കാണല്ലേ. അതുപോലെ അതേ പർപ്പസ് തന്നെയാണ് പ്രോഗ്രാമിങ്ങിലും ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ സെൻറ്റൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇഫ് എൽസ് തുടങ്ങിയ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആദ്യം ഞാൻ ഇഫിനെ കുറിച്ച് സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാണ്. അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് ഇൻറ്റിജർ ഏജ് അല്ലെങ്കിൽ ഇൻറ്റിജർ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ വേരിയബിളിൻ്റെ വാല്യൂ 18 വയസ്സിന് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സായി എന്ന് പ്രിൻറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് യു ആർ 18 ഇയേഴ്സ് ഓൾഡ് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഏജിൻ്റെ വാല്യൂ ലെസ് ദാൻ 18 ആണെങ്കിൽ നമുക്ക് യുവർ ഏജ് ഈസ് ലെസ് ദാൻ 18 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അത് എങ്ങനെയാണ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻറ്റ് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത ശേഷം നമുക്ക് യൂസറിൽ നിന്ന് ഏജ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് ചെയ്യാണ് ഞാൻ. പ്ലീസ് എൻ്റർ യുവർ ഏജ്. /n നമ്മൾ ലൈൻ ക്ലോസ് ചെയ്യണം. ശേഷം ഡബിൾ കോമ. ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന കമാൻഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിപ്പോൾ നമ്മുടെ ടെർമിനലിലേക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളുടെ കിട്ടുന്ന വാല്യൂ ഏജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്കാൻഎഫ് ഇൻറ്റിജർ ആയതുകൊണ്ട് %d, സ്പെഷ്യൽ ക്യാരക്ടർ ആൻഡ് then it should not be like that, and there is some mistake, percentage character and value പിന്നെ ഏജ്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡും സ്കാൻഎഫ് എന്ന് പറയുന്ന കമാൻഡും ബിൽഡ് റൺ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, എറേഴ്സ് ഒന്നും കാണുന്നില്ല. റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പ്ലീസ് എൻ്റർ യുവർ ഏജ് 45 കൊടുക്കുമ്പോൾ 45 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇതിൽ എറേഴ്സ് ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഇനിയാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഞാനിവിടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. അതായത് ആദ്യം ഇഫ് എന്ന് പറയുന്നതാണ് കീവേഡ്. അതിനുശേഷം 2 ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റിലാണ് നമ്മൾ കണ്ടീഷൻ എഴുതേണ്ടത്. ഓക്കെ, ഈ ബ്രാക്കറ്റിനുള്ളിലാണ് കണ്ടീഷൻ എഴുതേണ്ടത്. ഓക്കെ, ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഏജ് ഈസ് ഈക്വൽ ടു 18, ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18, ലെസ് ദാൻ 18 അങ്ങനെ കൊടുക്കേണ്ടതാണ് കണ്ടീഷൻ. ഓക്കെ, അതിനുശേഷം 2 കേളി ബ്രേസസ് വേണം. അതിനുള്ളിലാണ് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്, അതായത് ഇഫ് യു സ്റ്റഡി വെൽ അതാണ് കണ്ടീഷൻ. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇവിടെ പ്രിൻ്റ് ഇവിടെ നമ്മൾ കൊടുക്കുക വാല്യൂ കൊടുക്കുന്നത് വാല്യൂ അല്ല, അതായത് ഇപ്പോൾ ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു 18 നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ ഒരു 2 കമൻറ്റ് കൊടുക്കുകയാണ്. കമൻറ്റിൻ്റെ ഉള്ളിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഓർ
എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് അതാണ് ഈ രണ്ട് പാരന്തസിസ്, അത് കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ ഞാനിപ്പോൾ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് നമ്മുടെ വേരിയബിൾ ഏജ് ഈസ് ഈക്വൽ ടു, ഇവിടെ കണ്ടോ ഞാൻ രണ്ട് ഈക്വൽ ടു സൈൻ ഉപയോഗിച്ചിരിക്കുക. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ രണ്ട് ഈക്വൽ ടു സൈൻ ഉപയോഗിക്കണം. അങ്ങനെ ആകുമ്പോഴേ ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു 18. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഈക്വൽ ടു സൈൻ ഉപയോഗിക്കണം, അത് ഒരിക്കലും മറന്നു പോകരുത്. എന്നിട്ട് ഞാനിവിടെ റിസൾട്ട് എന്താണ് വേണ്ടതെന്നല്ല നേരത്തെ പറഞ്ഞു. ഓക്കെ, അവിടെ ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്ന എനിക്ക് പ്രിൻ്റ് ചെയ്യണം. എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? യുവർ ഏജ് ഈസ് ഈക്വൽ ടു, യുവർ ഏജ് ഈസ് 18. ഓക്കെ, യുവർ ഏജ് ഈസ് 18 എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതൊന്ന് ബിൽഡ് ചെയ്ത് റണ്ണ് ബിൽഡ് ചെയ്യിക്കുമ്പോൾ ഇറേഴ്സ് ഒന്നും കാണുന്നില്ല. ബിൽഡ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ കാണും പ്ലീസ് എൻ്റെ യുവർ ഏജ്. ഞാൻ 18 എന്ന് കൊടുത്തപ്പോൾ യുവർ ഏജ് ഈസ് 18 അങ്ങനെ വന്നത് കണ്ടില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം. ഞാനിനി ഇവിടെ ഏജ് ഞാനിത് കോപ്പി ചെയ്യാണ്. എന്നിട്ട് want to do something here from, ഓക്കെ, ഞാനത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു 80 എന്ന് പകരം ഞാൻ ഏജ് ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 18, ഗ്രേറ്റർ ദാൻ സൈന് ഇതാണ്. ഗ്രേറ്റർ ദാൻ 18, യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18. ഇവിടെ ഞാൻ എന്താ അടിച്ചത്? ഗ്രേറ്റർ. ഓക്കെ, ഗ്രേറ്റർ ദാൻ യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഇവിടെ ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ, ഇതിന് പകരം ഞാൻ ലെസ് ദാൻ സൈൻ ഉപയോഗിക്കുകയാണ്. യുവർ ഏജ് ഈസ് ലെസ് ദാൻ 18 നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഇനി നമ്മളിത് ബിൽഡ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ പ്ലീസ് എൻ്റെ ഏജ്, ഞാൻ റാൻഡം ആയിട്ട് ഒരു ഏജ് അടിക്കുകയാണ്. ഏജ് ഞാൻ 100 അടിച്ചു. എൻ്റർ കൊടുക്കുമ്പോൾ യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18. കണ്ടോ? ഞാനിതൊന്ന് ചെറിയ വിൻഡോയിലേക്കാണ്. ഓക്കെ, ഇവിടെ നോക്ക്, പ്ലീസ് എൻ്റർ യുവർ ഏജ്. ഞാനിവിടെ ഓക്കെ എൻ്റർ യുവർ ഏജ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ ഏജ് 100 അടിച്ചു. ഇനി നമ്മൾ സി പ്രോഗ്രാം ചെക്ക് ചെയ്യാണ്. നമ്മൾ 100 എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 18 കണ്ട് 18 ഏജ് 100 ആണ്. 100 എന്ന് പറയുന്നത് 18നേക്കാളും വലുതാണ്. ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 ആണ്. യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 8. അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലായി നമ്മൾ ഈ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കമാൻഡാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സിസ്റ്റം യുവർ ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18 എന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഉപയോഗം. ഞാൻ ഇപ്പോൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യണം. ഞാൻ ഇവിടെ വരാൻ മതി. ഓക്കെ, ഞാനിവിടെയുള്ള ഈ കണ്ടീഷൻ എന്നുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്, കാരണം കാണാനൊരു ഇതില്ല. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്ത് ഇനി നമ്മൾ എൽസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇത് ലെസ് ദാൻ കൊടുക്കുകയാണ്. കാരണം അങ്ങനെ ആകുമ്പം കൂടുതൽ വാല്യൂസ് നമുക്ക് അടിക്കാൻ പറ്റും. മറ്റേത് 80 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്ത് ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ 18 പ്രിന്റ് യുവർ ഏജ് ഈസ് വാട്ട് വി നീഡ്, ഏജ് ഈസ് ലെസ് ദാൻ 18.
ഓക്കെ, യുവർ ഏജ് ഈസ് ലെസ് ദാൻ 18. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ എൽസ് എന്ന് പറയുന്ന പുതിയൊരു ഇഫിനെ പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കീവേഡാണ് എൽസ്. എൽസിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെയിം ഉപയോഗം തന്നെയാണ് എൽസ്. എൽസ് എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് എൽസ് എന്ന് പറയല്ലേ, അങ്ങനെയല്ല. എൽസ് അതായത് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടന്ന് ഏജ് ലെസ് ദാൻ 18 ആണോ അല്ലേ നോക്കി. സി പ്രോഗ്രാം ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലേ നോക്കി. ഇപ്പം ഞാൻ ഇവിടെ ആദ്യം 5 അടിച്ചു വാല്യൂ, ഏജിൻ്റെ വാല്യൂ 5 അടിക്കുമ്പോൾ ഏജ് ലെസ് ദാൻ 18 ആണ്. അപ്പോൾ സിസ്റ്റത്തിന് സംഭവം മനസ്സിലായി. എന്നിട്ട് പ്രിൻ്റ് ഓഫ് യുവർ ഏജ് ഈസ് ലെസ് ദാൻ 18 എന്ന് സിസ്റ്റം നമുക്ക് ഔട്ട്പുട്ട് തരും. അതേസമയം ഈ ലെസ് ദാൻ 18 അല്ലാത്ത മറ്റ് കേസുകൾ വരുമ്പോൾ, ഈക്വൽ ടു 18, ഗ്രേറ്റർ ദാൻ 18 വരുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ഇവിടെ തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ട് എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എൽസ് കഴിഞ്ഞിട്ട് എൻ്റർ കേളി ബ്രേസസ്. ഇവിടെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണ് വേണ്ടത്, പ്രിൻറ്റ്. ഞാൻ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്ത് പ്രിൻ്റ് ഓഫ് കമാൻഡ്. എന്നിട്ട് ഓക്കെ, എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, യുവർ ഏജ് ഈസ് നോട്ട് ലെസ് ദാൻ 18. ഓക്കെ, എനിക്ക് ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി ഞാനിത് കമ്പൈൽ ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ 0 വാർണിങ്സ്, ഞാനിത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കും. പ്ലീസ് എൻ്റർ യുവർ ഏജ്. ഞാൻ ആദ്യം 5 എന്ന് അടിച്ചു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവർ ഏജ് ഈസ് ലെസ് ദാൻ 18. ഓക്കെ, അത് ട്രൂ ആണ്. ഇനി ഞാനിവിടെ മാറ്റിങ്ങാന് പകരം ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്ലീസ് എൻ്റർ യുവർ ഏജ്, ഞാൻ 56 അടിച്ചു. എൻ്റർ കൊടുക്കുമ്പോൾ യുവർ ഏജ് ഈസ് നോട്ട് ലെസ് ദാൻ 18. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ കൊടുത്ത കണ്ടീഷൻ സെയിം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, നോക്ക്, യുവർ ഏജ് ഈസ് നോട്ട് ലെസ് ദാൻ 18. എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗവും ഇതിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉപയോഗം നമ്മൾ ഇങ്ങനെയാണ് പാസ്വേഡ്സ് ഒക്കെ ഉണ്ടാക്കൽ. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. ഇഫ് സ്ട്രിങ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ ഇഫ് ഒരു വേരിയബിൾ ഇഫ് എ ഈസ് ഈക്വൽ ടു പാസ്വേഡ് കൊടുത്ത് ABC, ഇഫ് എ ഈസ് ഈക്വൽ ടു ABC, എന്തെങ്കിലും കുറച്ച് കോഡ് നമ്മൾ കൊടുക്കും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ എൽസ്, അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്താക്കണം, യുവർ പാസ്വേഡ് ഈസ് റോങ് എന്നൊക്കെ വരില്ലേ നമ്മുടെ സാധാ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഓരോ പാസ്വേഡൊക്കെ അടിക്കുമ്പോൾ. അതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്.